മറ്റു വാർത്തകൾ നോക്കാം. ഭക്തജന തിരക്കിൽ ശബരിമല. പുലർച്ചെ 5 മണിക്ക് നട തുറന്നപ്പോൾ ആരംഭിച്ച തിരക്ക് ഇപ്പോഴും തുടരുന്നു. ഇന്നലെ 30,000-ത്തിലധികം ഭക്തർ ദർശനത്തിനെത്തി. ഇന്ന് 1,00,000-ത്തോളം ഭക്തർ ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ അരുൺ കൊടുങ്ങൂരുണ്ട്. അരുൺ, എത്രത്തോളം ഭക്തിസാന്ദ്രമാണ് സന്നിധാനം? ഇപ്പോഴും തിരക്ക് തുടരുകയാണോ? തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ എല്ലായിടങ്ങളിലും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ഒരു കുംഭ പുലരിയിലാണ് ശബരിമല സന്നിധാനമുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ് ശബരിമലയുള്ളത്. ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഉള്ളത്. ഇന്നലെ ഏകദേശം 30,000-ത്തിലധികം ഭക്തരാണ് ഭഗവാന്റെ മുന്നിലേക്ക് ദർശനത്തിനായി എത്തിയത്. പണിമുടക്കൊക്കെ ഉണ്ടായിരുന്നതിനാൽ തീർത്ഥാടകരുടെ ഒരു തിരക്ക് കുറയുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ആ തിരക്കിലൊന്നും തന്നെ യാതൊരു കുറവുമില്ല. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമേ ഭഗവാനെ ഒന്ന് കാണാൻ കഴിയൂ. പുലർച്ചെ ഈ 5 മണിയോടെയാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ ആരംഭിച്ച ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ നെയ്യഭിഷേകം അടക്കം ചെയ്ത് മടങ്ങാനുള്ള ഒരു തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭക്തരുടെ ഒരു വലിയ തിരക്കിൽ തന്നെയാണ്. നടപ്പന്തൽ പൂർണ്ണമായും നിറഞ്ഞുകൊണ്ട്, ഫ്ലൈ ഓവർ പൂർണ്ണമായും നിറഞ്ഞുകൊണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ് ശബരിമല സന്നിധാനമുള്ളത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു കുംഭമാസ പൂജകൾക്കായി നട തുറന്നത്. ഇന്നലെ പ്രത്യേക പൂജകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ 5 മണിയോടെയാണ് നട തുറന്നത്. 5 മണി നട തുറന്നതിന് ശേഷം ഇപ്പോൾ നെയ്യഭിഷേകം നടക്കുകയാണ്. എന്തായാലും മലയാളികളടക്കമുള്ള തീർത്ഥാടകർ ഇപ്പോഴും ഭഗവാന്റെ ആ ദർശനത്തിനായി മണിക്കൂറുകൾ ഇങ്ങനെ വരി നിന്ന് നിൽക്കുകയാണ്. എന്തായാലും ആ ഒരു വലിയ തിരക്കിൽ തന്നെയാണ് ശബരിമല സന്നിധാനം ഉള്ളത്. 17-ാം തീയതി രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി അടയ്ക്കുന്നതോടെയാണ് ഈ കുംഭമാസ പൂജകൾക്ക് പൂർത്തിയാക്കുക. എന്തായാലും വലിയൊരു തിരക്കിൽ തന്നെയാണ്. സാധാരണ മാസപൂജകൾക്കൊക്കെയും വലിയ രീതിയിലുള്ള തിരക്ക് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് അനുഭവപ്പെടുന്ന അതേ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഇപ്പോൾ ഓരോ മാസപൂജയ്ക്കും ഉണ്ടാകുന്നത്. നമുക്കറിയാം, വലിയ വിവാദങ്ങളിലേക്കൊക്കെ തന്നെ പെടുത്തിക്കൊണ്ട് ശബരിമലയുടെ ഖ്യാതി, ശബരിമലയുടെ യശസ്സൊക്കെ തന്നെ കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഒരു വശത്ത് നടക്കുമ്പോൾ, ഇങ്ങനെ ഈ ഭഗവാന്റെ സന്നിധിയിലേക്ക് അണമുറിയാത്ത ഭക്തജന പ്രവാഹമാണ്. നട തുറക്കുന്ന എല്ലാ ദിനങ്ങളിലും 10,000-ങ്ങളാണ് ഭഗവാനെ ഒന്ന് ദർശിക്കാനായി ഈ ഒരു പുണ്യസങ്കേതത്തിലേക്ക്, ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക്, ഭഗവാന്റെ സന്നിധാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അനഘ, അരുൺ, ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ് വളരെയേറെ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഭക്തർക്ക് സുഗമമായൊരു ദർശനം സാധ്യമാകുന്ന സാഹചര്യമാണല്ലേ അവിടെ? തീർച്ചയായും നിലവിൽ അടിസ്ഥാന സൗകര്യ വികസനം അതൊരു വലിയ പ്രശ്നമായി, പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രമല്ല, ഈ മാസപൂജയ്ക്ക് നട തുറക്കുന്ന ദിവസങ്ങളിൽ കൂടി ഈ ഒരു സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഈ മണിക്കൂറുകൾ വരി നിൽക്കുന്ന ഭക്തർക്ക് കൃത്യമായി വെള്ളം കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ തിരക്ക് നിയന്ത്രണത്തിന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ വിന്യസിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ ഈ ദേവസ്വം ബോർഡിനോ അതോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ എന്തായാലും ഭഗവാനെ കാണുക എന്നുള്ളൊരു വലിയ വിശ്വാസത്തിൻ്റെ, ഭഗവാന്റെ മുന്നിലേക്ക് എത്തുക എന്നുള്ളൊരു വലിയ വിശ്വാസം, അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രതിസന്ധികളും അത് ഭക്തരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ അതൊരു വലിയ വെല്ലുവിളിയായി, വലിയൊരു പ്രശ്നമായി, ശാശ്വത പരിഹാരം കാണാൻ കഴിയാത്ത ഒരു വലിയ വിഷയമായി തന്നെ ശബരിമലയിൽ ഇപ്പോഴും തുടരുകയാണ്. അനഘ, ശരി. സന്നിധാനത്ത് നിന്നും അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്.